ഹലോ, ഒരു ഓണം ഷോപ്പിങ്ങിന് പോയാലോ? അങ്ങനെ ഞാനും എതും ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് നിന്നപ്പോഴത്തേക്കും ഏട്ടൻ വണ്ടിയുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പോവാണേ. അപ്പോൾ എന്താണ്, എല്ലാ പ്രാവശ്യവും ഉത്രാടത്തിൻ്റെ സമയത്താണ് പോകുന്നത്. ഇപ്രാവശ്യം മാത്രം ഉത്രാടത്തിൻ്റെ തലേന്നാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പുന്നമൂട് എത്തിയപ്പോഴത്തേക്കും കട്ട ബ്ലോക്കിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. നാല് റോഡും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വണ്ടികൾ ജാമായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ പോയി. അപ്പോൾ അവിടുത്തെ കുറച്ച് നല്ലവരായ ചേട്ടന്മാർ ബ്ലോക്കൊക്കെ മാറ്റി തന്നു. അങ്ങനെ ഹൈവേ എത്തിയ പിന്നെ ഒന്നും നോക്കണ്ട, ഒറ്റ വിടലങ്ങ് വിട്ടാൽ മതി. ഞങ്ങൾ പാപ്പനംകോട് സ്റ്റുഡിയോയിലാണ് കേട്ടോ പോകുന്നത്. ഇതിനെ കൂടെ കൂട്ടാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓണം ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അവൻ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഞാൻ അവനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എന്തോ വല്ലാത്ത പേടിയാണ്. പിന്നെ എനിക്ക് ഷോപ്പിങ്ങിനൊന്നും ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ എവിടെ പോയാലും അവൻ നമ്മളെ വാലി പിടിച്ചുണ്ട്. പിന്നെ അവനെ കൊണ്ടുപോകാതെ നിവൃത്തിയില്ല. നമ്മൾ അവനെ ഇട്ടിട്ട് വരികയാണെങ്കിൽ പിന്നെ വരുന്നത് വരെ ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് പിന്നെ അവനെയും കൂടെ കൂട്ടി അങ്ങനെ സ്റ്റുഡിയോ എത്തിയപ്പോഴത്തേക്കും എൻ്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ മുറുകെ പിടിച്ച് ഫ്രണ്ടിലോട്ട് നടന്നു. അങ്ങനെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഏട്ടൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തോ, നോക്കി സൈസൊക്കെ നോക്കി എടുത്തോ, ഞാൻ കൊള്ളാവോ ഇല്ലയെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും ഒരു കൈയിലല്ലേ കുഴപ്പം, ഒരു കൈ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ക്യാമറ ഓണാക്കി വെക്കുകയാണെങ്കിൽ അവനെ കുറച്ചുകൂടി നമുക്ക് ഫോക്കസ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതാണ് അവന് സെലക്ട് ചെയ്ത ഷർട്ട്. നമ്മൾ ഓണത്തിന് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഒരു ഷർട്ട് വേണം. അങ്ങനെ ആ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മുണ്ടിൻ്റെ കൂടെ നന്നായിട്ട് ചേരുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഷർട്ട് എടുത്തത്. അപ്പോൾ ഇതെടുത്തത് അവന് സൈസ് കുറച്ച് ചെറുതായിരുന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് സൈസ് എടുത്തപ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ട്രയൽ റൂമൊന്നും വേണ്ട, അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. അവിടെ നിന്നേനെ ഇട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. അതിന് ട്രയൽ റൂമിലൊന്നും പോയില്ല. കാരണം ഭയങ്കര തിരക്ക്, ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രസ്സൊക്കെ ഇങ്ങനെ എന്താണ് വാരി വലിച്ചിട്ടേക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്നൊന്നും ഡ്രസ്സ് എടുത്തില്ല. ഞങ്ങളിങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നതിന് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം. ചൈനീസ് കോളറൊക്കെ ഉള്ളൊരു ഷർട്ടാണ്. എനിക്കിങ്ങനെ ഓണത്തിന് ഓണക്കോടി എടുക്കണം എന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കുന്നതല്ലേ. ഇനി പ്രത്യേകിച്ച് ഓണത്തിനൊരു ഓണക്കോടിയായിട്ട് വലിയ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് ഓണത്തിന് മെയിനായിട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സദ്യ, പാൽപ്പായസം, അങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് ഓണത്തിന് കുറച്ച് കൂടുതലായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. പിന്നെ ഇപ്പോൾ വന്നത് നമ്മൾ അമ്പലത്തിൽ പോകുമല്ലേ, അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഏട്ടനും യദുവിനും ഓരോ ഷർട്ട് എടുക്കണം. പിന്നെ നമുക്ക് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് ഓണത്തിന് നമ്മൾ എന്തായാലും വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രസ്സ് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണേ. അങ്ങനെ ഇതായിപ്പോൾ ഏട്ടൻ്റെ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് കളക്ഷൻ കുറവാണ്, പക്ഷേ ഇപ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ബില്ലിങ്ങിൽ വന്നപ്പോഴത്തേക്കും യദുവിന് ബില്ലിംഗ് സെക്ഷനാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നുള്ളിപ്പറക്കി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഗേൾസിൻ്റെതാണ്, ബോയ്സിന് എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അതൊക്കെ പിടിച്ച് വാങ്ങിച്ച് അവിടെ വെച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് പഴവങ്ങാടി രാമചന്ദ്രയിലോട്ടാണ് കേട്ടോ. എത്ര വലിയ ഷോപ്പിൽ പോയാലും എത്ര വലിയ മാളിൽ പോയാലും എനിക്ക് ഇവിടെ പോകുന്നൊരു സുഖം അതെനിക്ക് വേറെ ഒരിടത്തും കിട്ടാറില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ചുമ്മാ വെറുതെ പോയതാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതിന് പതിവ് തെറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. സാധാരണ ഉത്രാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾ വരുന്നത് ഇങ്ങോട്ടേക്ക്. ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. ഡ്രസ്സായാലും ഫാൻസി ഐറ്റംസ് ആയാലും വള, മാല, കമ്മൽ, അങ്ങനെ എന്തായാലും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ വന്നിട്ട് ഫുഡ് ഐറ്റംസും പാനിപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആയപ്പോഴത്തേക്കും ആ റോഡിലോട്ട് വണ്ടി കയറ്റി വിടുന്നില്ല കേട്ടോ. ആ എൻഡിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പത്മനാഭ സ്വാമിക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ യദുവിനെ നടത്തണ്ട, ഏട്ടനെ എടുത്തോളാം ഞാൻ പറഞ്ഞു. കാരണം നടത്തുന്നത് അത്ര സേഫ് അല്ല, എങ്ങാനും കൈവിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നടത്തണ്ട, എടുത്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞു. റോഡിലൊരു ആൾക്കാർ സെയിലുണ്ട് കേട്ടോ. ഷർട്ട്, ലുങ്കി, മഞ്ഞക്കൊടി, പിന്നെന്താണ് തോർത്ത്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങളും ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോഴത്തേക്കും ആകെ വശലായി. പിന്നെ ടോയ്സ് വേണമെന്നായി. പിന്നെ അവരൊരു കുഞ്ഞു ടോയ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ രാമചന്ദ്രാസിലൊക്കെ നല്ല തിരക്കാണ്. എന്തെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ബില്ലടിച്ച് തീരാൻ വരെ നാളെ രാവിലെ ആവും, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. പിന്നെ ഈ വളകളുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ടാവും നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വളകളൊന്നും ഇടുന്നത് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ വളകളൊന്നും പർച്ചേസ് ചെയ്യാറില്ല. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നോക്കിയെന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും യദുവിന് കുളത്തിൽ മീൻ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ രാത്രി ആയതുകൊണ്ട് മീനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച് തിരിച്ച് നടന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ആൻറ്റി ഇരുന്ന് ഫ്രഷായിട്ട് പൂക്കളൊക്കെ കിട്ടുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് വാങ്ങിക്കേണ്ട, കാരണം നാളെ ഉത്രാടമല്ലേ. തിരുവോണത്തിനാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ പൂ കെട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു, കാരണം വാങ്ങിച്ചാലും വേസ്റ്റ് ആവും. പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കും ഈ ഒരു തട്ടിൽ കല്ല് വെച്ച റിങ് ഉണ്ടല്ലോ, നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഷൈനിങ് കണ്ടിട്ട് അവനത് വേണമെന്നും പറഞ്ഞ് നല്ല ബഹളമായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, ഒന്ന് വാങ്ങിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും അവന് സൈസ് ആവുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം തപ്പി പിടിച്ച് അവന് സൈസായിട്ടുള്ള ഒന്ന് കിട്ടി, അതിട്ട് കൊടുത്തു. ഈ ഒരു ആൻറ്റി നമ്മൾ കൊലുസുണ്ടല്ലോ, ആ കൊലുസ് അവിടെ ഇരുന്നിട്ട് കോർത്തെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കൊലുസ് വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചാലും പിന്നെ പൊട്ടിപ്പോകുമെന്നുള്ളൊരു ഇത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആൻറ്റി ലൈവായിട്ട് അവിടെ ചെയ്യുന്നതാണേ. പിന്നെ അവനതാ ഈ ഒരു റെഡ് കളർ റിങ് എടുത്തു കൊടുത്തു. എന്നിട്ട് ആ ഒരു ഷൈനിങ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് എന്തൊക്കെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം കേട്ടോ. പക്ഷെ ഇത് ഒരു പകൽ സമയത്താണെങ്കിൽ ഇത്ര ബഹളം കാണത്തില്ല, പകൽ ഇത്ര ഷൈനിങ് ഒന്നും കാണില്ലല്ലോ. പിന്നെ ഈ ഒരു വണ്ടി ഇത് ഇവന് മുമ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വീണ്ടും വേണമെന്നും പറഞ്ഞ് അടുത്ത് ബഹളമായി. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് പോയി. ഇവനെ തോളിലെടുത്തിട്ട് നടന്നിരുന്നെങ്കിൽ ഇത്ര അലുമ്പ് കാണത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും അവൻ അവിടെ നിന്ന് നിർബന്ധിച്ച് ആ റിങ്ങൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവൻ ആ റിങ് ഭയങ്കര ടൈറ്റാണ്, വേണ്ട മാറ്റാൻ പറഞ്ഞു. പിന്നെ ടൈറ്റൊന്നും അല്ല കേട്ടോ, അവന് ഇടാൻ പറ്റുന്നത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടാ അത് തന്നെ ഇട്ട് കൊടുത്തു. തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്കും അവനെ തറയിൽ നിർത്തിയിട്ട് ഏട്ടൻ കൈയും പിടിച്ചിട്ട് നടക്കുകയാണ്. ഞാൻ ഈ ഒറ്റ കയ്യിൽ ഫോണും പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഏട്ടൻ ഇടയ്ക്കിടയ്ക്കിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പുറകിലുണ്ടോ എന്ന്. പിന്നെ അടുത്തതായി ഈ ഒരു തട്ട് കണ്ടപ്പോഴത്തേക്കും അവന് ഗ്ലാസ് കണ്ണാടി വേണമെന്നായി. പിന്നെ ഞാൻ വിചാരിച്ചു നൈറ്റ് തിരിച്ച് പോകുമ്പോഴത്തേക്കും വല്ല പ്രാണികൾ വന്ന് കണ്ണിൽ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ണട വാങ്ങിച്ചു കൊടുത്തു. വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചു. ഇതൊക്കെ സിംഗിൾ യൂസ് സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വീട്ടിൽ പോയാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ കണ്ടാലും മതിയാവും.